ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ ആയല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. മുഖത്തെ കരിവാളിപ്പ് മാറ്റി നിറം കൂട്ടാനും പിന്നെ മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ മാറ്റാനുമുള്ള നല്ലൊരു പൊട്ടാറ്റോ ഫേസ് പാക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പൊട്ടാറ്റോ ഫേസ് പാക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഫേസ് പാക്കിന് ആവശ്യമായിട്ട് ഞാൻ ഒരു പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് മതിയാവും. പച്ച പോലത്തെ പാടില്ല, ഇതുപോലത്തെ കുറച്ച് മൂത്തതായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇത് നല്ല തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ അരിയണം. അരിഞ്ഞതിന് ശേഷം കഴുകരുത്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു സ്റ്റാർച്ച് ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഫേസിന് ആവശ്യം. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ അരിഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാനാണ്. അരച്ചെടുത്താലല്ലേ നമ്മൾക്ക് അതിൻ്റെ നീരൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. ഏത് ഷേപ്പിലും അരിയാട്ടോ, മിക്സിയിൽ അരയ്ക്കാനല്ലേ എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഇനി ഇതെല്ലാം നമുക്ക് ഒരു ജാറിലോട്ടേക്ക് ഇടാം. ജാറിലോട്ടേക്ക് ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കാം. എന്താ വെച്ചാൽ അരിഞ്ഞ് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആവശ്യമില്ല, നീര് അത്രയേ കിട്ടുള്ളൂ, അത് കാരണത്താലാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലപോലെ അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഫിൽറ്റർ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്ത് എടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് സ്റ്റാർച്ച് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. മേലെ വെള്ളവും അടിയിൽ അതിൻ്റെതായ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സ്റ്റാർച്ച് ഉണ്ടല്ലോ, അപ്പോൾ അതും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ നല്ലതായിരിക്കും. ഇതുപോലെ ഫിൽറ്റർ ചെയ്തെടുക്കാം. ഈ പൊട്ടാറ്റോനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ആരോഗ്യകരവും നല്ല തിളക്കമുള്ളതുമായ ചർമ്മം നമുക്ക് കിട്ടും. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസം നമ്മൾ ഫേസിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഫേസിലെ അഴുക്കൊക്കെ നീക്കം ചെയ്യാനും വെയിലേറ്റ് ഉണ്ടാകുന്ന കരിവാളിപ്പും എല്ലാം നീക്കം ചെയ്യാനും എല്ലാം നമുക്കിത് സഹായിക്കും. ഇനി ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇതിലോട്ടേക്ക് ചേർക്കാം. അതിനായിട്ട് ഞാൻ റൈസ് പൗഡർ 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റൈസ് പൗഡർ നേരത്തെ ഞാൻ റൈസ് പൗഡർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ്. ഇപ്പോൾ റൈസ് ബാസ്മതി റൈസ് ആണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. അപ്പം ഇതിലോട്ടേക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതൊക്കെ ഉണ്ടല്ലേ, ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അടുത്ത ഐറ്റംസ് കാണാം നമുക്ക്. അലോവേര ജെല്ല്. അലോവേര ജെല്ലൊക്കെ എടുക്കുന്നത് ഞാൻ നേരത്തെ ഉള്ള ബ്യൂട്ടി ടിപ്പിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ഞാൻ കാണിക്കാതിരുന്നത്. അപ്പോൾ ജെല്ല് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മിക്സിയിലോട്ടേക്ക് അരച്ചു കൊണ്ടുവരാം. അപ്പം അത് നല്ലപോലെ അരയ്ക്കുക. ഇതുപോലെ ആയി കിട്ടും. ഇനി അടുത്ത ഐറ്റംസ് എന്താണെന്നറിയോ? നല്ല കട്ടിയുള്ള കേടാണ്. കേടില്ലെങ്കിൽ യോഗേർട്ട് ചേർത്താലും മതി. നല്ല കട്ടിയായിട്ടുള്ള തൈരായിരിക്കണം, തിക്കായിട്ടുള്ള കേടായിരിക്കണം. ഇനി ഇതും നമുക്ക് നല്ലപോലെ പേസ്റ്റ് ആയിട്ട് അരച്ചു കൊണ്ടുവരണം. ഇതാ കണ്ടില്ലേ, ഇതേപോലെ ആയി കിട്ടും. ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ റൈസ് പൗഡറും പൊട്ടാറ്റോൻ്റെ നീരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് മേലെ ഇങ്ങനെ വെള്ളം തെളിഞ്ഞു വരും. അത് നമുക്ക് മാറ്റിക്കളയാം. എന്താ വെച്ചാൽ നമുക്ക് ഫേസ് പാക്ക് കുറച്ച് തിക്കായിട്ട് വേണമല്ലോ, അതുകൊണ്ട് മേലെയുള്ള ആ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതങ്ങ് കളയാം. അതിനുശേഷം ഈ മിക്സിയിലോട്ടേക്ക് നമ്മൾ അലോവേര ജെല്ലും കേടും അരച്ചുണ്ടല്ലോ, അതും ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ 1 ടീസ്പൂൺ ഹണി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ബദാം ഓയിൽ. ഇനി ബദാം ഓയിൽ ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ആയാലും കുഴപ്പമില്ല. അപ്പൊ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കട്ടിയായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടി തിക്ക് വേണമെങ്കിൽ
നമ്മൾക്ക് ഫ്രിഡ്ജിൽ ഒരു 1 hour വെച്ചിട്ട് എടുത്ത് ഫേസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നല്ലൊരു ഫേസ് പാക്ക് ആണ്. മുഖക്കുരു അകറ്റാനും പിന്നെ നമ്മുടെ മുഖത്ത് സൺലൈറ്റിന്റെ ടാൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റാനും ചർമ്മത്തിന്റെ നിറം കൂട്ടാനും എല്ലാത്തിനും ഇത് നല്ല സഹായിക്കുവേ. അപ്പൊ എല്ലാവരും ഈ ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പൊ ചൂട് സമയത്തൊക്കെ നമുക്ക് അലോവേര ജെല്ല്, കേട് അതൊക്കെ ഫേസിന് അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നല്ല സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ആണ് ഇത്. അപ്പൊ അങ്ങനെ എൻ്റെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നേരത്തെ ഞാൻ ഒരു 3-4 ഫേസ് പാക്കിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോം മെയ്ഡ് ഓയിലൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ കുക്കിങ്ങും ഗാർഡനിങ്ങും വീഡിയോസൊക്കെ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ നല്ല നല്ല ബ്യൂട്ടി ടിപ്പ്, കുക്കിംഗ്, ഗാർഡനിങ് അങ്ങനെയൊക്കെ ഉള്ള വീഡിയോസ് വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇത് നമുക്കൊരു ബോട്ടിലിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒരു 1 hour വെച്ചിട്ട് അപ്ലൈ ചെയ്യുമെങ്കിൽ കുറച്ചുകൂടെ തിക്കായിട്ട് കിട്ടും നമ്മൾക്ക്. പിന്നെ ഒരു ബ്രഷ് ഒക്കെ വെച്ചിട്ട് ഫേസിന് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ പിന്നെ വീഡിയോ എടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ പിന്നെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ലേ. അപ്പോൾ പിന്നെ അടുത്ത നല്ല ബ്യൂട്ടി ടിപ്പുമായി അടുത്ത സൺഡേ നമുക്ക് കാണാം. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു.